മോയിൻകുട്ടി വൈദ്യർ എന്ന് പറയുന്ന ഒരു വലിയ മഹാകവിയെ, കേരളത്തിലെ ഒരു വലിയ മഹാകവിയെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? മോയിൻകുട്ടി വൈദ്യർ എത്ര പേർക്കറിയാം? ഞാൻ മലപ്പുറത്തൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഞാനൊരു മോയിൻകുട്ടി വൈദ്യര് 2 വരി ബൈത്ത് ഞാൻ പാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പാടും. കാരണം ഇവിടെ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഞാൻ വെറുതെ 2 വരി ഒന്ന് പാടാം. ആരെങ്കിലും കൂടെ പാടുമെന്ന് ഒന്ന് നോക്കാം. പൊയ്യേ നീക്കുണ്ട് പയ്യൽ വീറായത്തിൽ ഒത്തോരു മീത്ത് കാളിപ്പതുണ്ട് ഒരുവൻ ഉറ്റോരു വാക്കിനെ തെറ്റിടാതെ. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരു അത്ഭുതമായിരിക്കും, എന്താണ് ഈ പറഞ്ഞത്? അള്ളാഹുവിന്റെ നമ്മള് തെറ്റും കുറവുകളും ഒക്കെ ഉണ്ടാകുന്ന മനുഷ്യൻ ഒറ്റ ഒരു വാക്കിനെ നാം ശരിയായ രീതിയിൽ കൊണ്ടുവരുമ്പോൾ നാം വിശ്വാസികളാണ്. നമുക്ക് വിശ്വാസം ഉണ്ടാവുകയാണ്, കൽബിൽ നമ്മുടെ ആത്മാവിൽ വെളിച്ചം ഉണ്ടാവുകയാണ്. ആ വെളിച്ചമാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അദ്ദേഹമാണ് മോയിൻകുട്ടി വൈദ്യരുടെ മറ്റൊരു കവിതയാണ്, അതൊക്കെ നമ്മുടെ ഒരുവിധ ആളുകൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. പൂമകളാണ് ഹുസൂനുൽ ജമാൽ, ബാക്കിയ പുന്നാരത്താളം മികந்த ബീവി. സ്ത്രീകളുടെ കരുത്തും ശക്തിയും ചെറുത്തുനിൽപ്പും. മലയാളത്തിലെ ഏറ്റവും വലിയ പ്രണയകാവ്യം എഴുതിയിരിക്കുന്നത് മോയിൻകുട്ടി വൈദ്യരാണ്. അദ്ദേഹം 40-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. 40-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചുപോയി. ചങ്ങമ്പുഴ 37 വയസ്സ് വരെ ജീവിച്ചുള്ളൂ. മോയിൻകുട്ടി വൈദ്യർ 40-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി എന്നുള്ളതാണ്. വയലാർ 47-ാമത്തെ വയസ്സിൽ. ഇവരൊക്കെ അനുസരണാണ്. കാരണം ചരിത്രവും മിത്തും കഥകളും എല്ലാം ചേർത്തുകൊണ്ട് ഫോക്ലോറുകൾ, അതായത് നമ്മുടെ നാടോടി പാട്ടുകളിൽ നാം ചെപ്പുകളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ആ ചെപ്പുകൾ നമ്മുടെ കുട്ടികൾക്ക് തുറക്കാൻ കഴിയണം. അപ്പോഴാണ് ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മുടെ കുട്ടികളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ മദ്രസകളിലൊക്കെ തന്നെ നല്ല എഴുത്തുകാരുണ്ട്, നല്ല കഴിവുള്ള ഒരുപാട് ആളുകളുണ്ട്. ഞാൻ മദ്രസ കമ്മിറ്റികളിൽ അവരോട് പറഞ്ഞതാണ്, കഴിവുള്ള പഠിപ്പുള്ള വിവരമുള്ള ഓരോ വീടുകളിൽ നിന്ന് നിങ്ങൾ കണക്കെടുക്കണം. എത്ര കുട്ടികൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്, അവരുടെ കഴിവുകൾ ഏതെല്ലാം ഏരിയയിൽ നിലനിൽക്കുന്നു. അത് നമ്മുടെ പള്ളിക്ക് വേണ്ടി, പള്ളിയുടെ വികസനത്തിന് വേണ്ടി, പള്ളിയുടെ ഐശ്വര്യത്തിന് വേണ്ടി, പള്ളിയുടെ മഹത്തായ സുഗമമായ യാതൊരു തരത്തിലുള്ള കലഹങ്ങളും വിദ്വേഷവും ഇല്ലാതെ പല സ്ഥലത്തും പള്ളികളിൽ ഇലക്ഷനൊക്കെ നടക്കുമ്പോൾ പള്ളികളിൽ തെരഞ്ഞെടുപ്പ് പോലീസ്, എന്തൊരു വൈരുദ്ധ്യമാണ്. അള്ളാഹുവിന്റെ ഭവനമാണ് ഇത്. സാധാരണ ഒരു നമ്മുടെ ഈ എന്താ പറയുക മറ്റു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പൊന്നുമല്ല, പള്ളിയിൽ നടക്കും. അള്ളാഹുവിന്റെ മാർഗത്തിൽ ആ മഹലിലുള്ള മുഴുവൻ ജനങ്ങളെയും നമ്മള് സജ്ജനരാക്കി നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരുന്നതിനാണ് നമ്മുടെ പള്ളി ഭരണമാക്കുക. ശരിയല്ലേ? അവിടെ അവിടെ പോലീസിന്റെ സെക്യൂരിറ്റി എന്തിനാണ്? അള്ളാഹുവിന്റെ കാവലിനേക്കാൾ വലിയൊരു കാവൽ നമുക്കുണ്ടോ? നമ്മളത് വളരെ ഉണർന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ ശാസ്ത്രം പഠിച്ച് വരുമ്പോൾ ശാസ്ത്രത്തിന്റെ ചില അത്ഭുതകരമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ, സിറ്റി എന്ന് പറയുന്ന ഒരു സ്കോട്ട്ലൻഡിലുള്ള ഒരു ഫോറൻസിക് സർജൻ, അവിടുത്തെ ഗവൺമെന്റിന്റെ, സ്കോട്ട്ലൻഡിലുള്ള ഗവൺമെന്റിന്റെ ഒരു കൗൺസിലറാണ് സിഡ്നി. ഇദ്ദേഹം ഈജിപ്തിൽ കുറച്ചു കാലം അദ്ദേഹത്തിന്റെ ജോലി ആവശ്യം, ഈജിപ്ത് ഗവൺമെന്റ് അങ്ങോട്ട് ക്ഷണിച്ച അദ്ദേഹം അവിടെ വർക്ക് ചെയ്യുക. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിന് ഒരു 3 കഷ്ണം എല്ല്, 3 എല്ലിൻ കഷ്ണങ്ങൾ അദ്ദേഹത്തിന് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ലഭിക്കുകയാണ്. പോലീസ് അതിൽ ആവശ്യപ്പെട്ടത് 3 കാര്യങ്ങളാണ്. അതിൽ ആദ്യം നമ്മുടെ ലോജിക്ക് നമ്മൾ പ്രവർത്തിച്ചാൽ മതി. ആദ്യം നമ്മുടെ ലോജിക്ക് ഒന്ന് പ്രവർത്തിപ്പിച്ചാൽ മതി. അത് ആണിന്റെ, അത് മൃഗമാണോ മനുഷ്യനാണോ? ആദ്യത്തെ ക്വസ്റ്റ്യൻ അതാണ്. മൃഗമാണെങ്കിൽ പിന്നെ വേണ്ട. ആ എല്ല് മൃഗത്തിൻ്റെതാണോ മനുഷ്യൻ്റെതാണോ? 2, അത് സ്ത്രീയുടേതാണോ പുരുഷന്റേതാണോ? 3, ഇതെങ്ങനെ മരിച്ചു? ഇതാണ് 3 എല്ലിൻ കഷ്ണങ്ങളിൽ നിന്ന് ഒരു കേസിന്റെ നിഗൂഢമായ ഒരു ചരിത്രം അദ്ദേഹം ആ പുസ്തകത്തിലൂടെ വിശദീകരിക്കുകയാണ്. ആ 3 എല്ലിൻ കഷ്ണങ്ങളിൽ നിന്ന് ഇതൊരു സ്ത്രീയുടെ മൃതദേഹമാണ്,
ഇവര് ഗർഭിണിയായിരുന്ന സ്ത്രീയായിരുന്നു. അവരുടെ കാലിൽ ഒരു മുടന്തുണ്ടായിരുന്നു. നാടൻ നോക്കുകൊണ്ടാണ് അവർ വെടിയേറ്റ് മരിച്ചത്. വെടിയേറ്റ ഉടനെ അവർ മരിച്ചില്ല, ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് മരിച്ചത്. ഇതുപോലുള്ള നിഗമനങ്ങളിലേക്ക് എത്തി പോലീസിന് വ്യക്തമായ റിപ്പോർട്ട് കൊടുക്കുകയാണ്. ഒരു ഉമാദത്തൻ സാറുണ്ട്, നമ്മുടെ കഴിഞ്ഞ ദിവസം മരിച്ചുപോയി, പത്രത്തിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടായിരിക്കും. ഉമാദത്തൻ സാറ് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ രചിച്ചിരിക്കുന്ന ഒരു കഥയുടെ അംശമാണ്, സാരാംശമാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഫോറൻസിക് സർജന്റെ ഏറ്റവും ഉയർന്ന ഡയറക്ടറായിരുന്നു ഗവൺമെന്റിന്റെ. അദ്ദേഹം ഈയിടെ മരിച്ചു. അദ്ദേഹം പറഞ്ഞു, ദ ഡെഡ് ബോഡി ടെൽസ്. അതാണ് 20 വർഷം ജയിലിൽ കിടന്നുള്ളതാണ് മകളെ കൊന്നുള്ള കാരണത്താൽ. മകൾ മരിച്ചത് പിന്നീടാണ്, അത് റീപോസ്റ്റ്മോർട്ടം അതിന്റെ ഗവേഷണം നടന്നപ്പോഴാണ് മനസ്സിലായത് മകൾ മരിച്ചത് ചെന്നായി പിടിച്ചിട്ടാണ് അത് കൊന്നതല്ല. അപ്പൊ ഇങ്ങനെ ഇഷ്ടംപോലെ നിഗൂഢമായ നമ്മളുടെ അന്വേഷിക്കുക. ഖുർആനിൽ എവിടെയും പറയുന്നത്, ഖുർആനിന്റെ ഏറ്റവും വലിയ ഉപദേശമാണ്, നിങ്ങൾക്ക് ബുദ്ധി തന്നിട്ടുണ്ട്, നിങ്ങൾ അന്വേഷിക്കൂ, നിങ്ങൾ കണ്ടെത്തൂ. നിങ്ങൾ കണ്ടെത്തുവാനാണ് പറയുന്നത്. ആ കണ്ടെത്തലിൽ നിന്നാണ് ലോകം ഇന്നിങ്ങനെയായി മാറി. നമ്മളൊക്കെ വിചാരിക്കാത്ത, നമ്മളൊക്കെ മനസ്സിലാക്കാത്ത, നമ്മളൊക്കെ കേൾക്കാത്ത അത്ഭുതകരമായ ഒരു രീതിയിലേക്ക് ലോകം മാറിക്കഴിഞ്ഞു. അവിടെ ദിശാബോധമില്ലാതെ മനുഷ്യൻ അലഞ്ഞു. അത് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും സംഭവിക്കുന്നത്. എന്ത് ചെയ്യും, ആരെ സമീപിക്കണം, അറിവ് എന്തിനാണ്? ഞങ്ങൾക്കൊക്കെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. എന്തിനോ വാപ്പാട് ഉപദേശം, വാപ്പെന്ന് ഉപദേശിക്കുന്ന ഒരു കാര്യം എല്ലാം. ഇത് വാപ്പ ചെറുപ്പത്തിലെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. വാപ്പ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ്, നിങ്ങൾ സത്യസന്ധരാകൂ. പക്ഷെ വാപ്പയും ഉമ്മയും പലപ്പോഴും കളവ് പറയുന്ന ആളുകളാണെങ്കിൽ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെയാണ് അവരുടെ തല്ലുപിടുത്തം, ബഹളം, അത്തരത്തിലുള്ള എന്താ പറയുന്നത്, കുടുംബ സംഭവങ്ങളിലേക്ക് പോയാൽ അതിന്റെ ചുരുളഴിച്ചാൽ ഒരുപാട്. ഇപ്പൊ മലപ്പുറത്ത് ഞാൻ ഒരു ദിവസം ക്ലാസ് എടുക്കാൻ പോയപ്പോൾ കുറെ രക്ഷിതാക്കള് എന്നോട് വന്ന് പറയുകയാണ്, സാറേ ഈ പെൺകുട്ടികൾ ഇപ്പോ വിവാഹത്തിന് തയ്യാറാകുന്നില്ല. പെൺകുട്ടികൾ വിവാഹത്തിന് തയ്യാറാകുന്നില്ല. കേട്ടിട്ടുണ്ടായിരിക്കും, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, പത്രങ്ങളിലൊക്കെ വായിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും, അവർക്ക് വിവാഹം വേണ്ട. ഇങ്ങനെ പുതിയ ആധുനികമായ ചിന്തകളിലേക്ക് വഴിതെറ്റിപ്പോകുന്ന, വഴി പിഴച്ചു പോകുന്ന ഒരുപാട് സന്താനങ്ങളെ നമ്മുടെ ഈ ഭൂമിയിൽ, ഈ ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ വെറുതെ നമ്മുടെ യുക്തി, നമ്മളൊക്കെ ചിന്തിക്കുന്ന ആളുകളാണ്, അല്ലാതെ വേറൊരാൾ പറഞ്ഞത് അങ്ങനെ തന്നെ കേട്ട് വിഴുങ്ങുക, നമ്മളെ മക്കളെ അതുപോലെ തന്നെ ചെയ്യുക, അവിടെ പഠിപ്പിക്കുക. അവർ പറയുന്ന പോലെ നമ്മളെ മക്കളെ നമ്മൾ ആഗ്രഹിക്കുന്ന ജോലിക്ക്, ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, വക്കീലാവണം, അഡ്വക്കേറ്റ് ആവണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ നമ്മളെത്ത്. എന്റെ ഉപ്പ എന്നെ ഉസ്താദാക്കാനാണെന്ന് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഉസ്താദായിരിക്കും അത്യാവശ്യം ഖുർആനികമായിട്ടുള്ള ഒരു വൈജ്ഞാനിക ബോധം എന്നിൽ ഉൾക്കൊള്ളാൻ സാധിച്ചു. 2 വസ്തുക്കൾ, ഒരു കിലോന്റെ ഒരു കട്ടി, ഒരു ഇരുമ്പിന്റെ കഷ്ണം, അതേ ഇരുമ്പിന്റെ കഷ്ണം കൊണ്ടുണ്ടാക്കിയ 5 കിലോയുടെ ഒരു കട്ടി. ചോദ്യം വിഷമുണ്ടാ കുട്ടികളെ? ഇത് നല്ല ഉയരം, വലിയ ഉയരമുള്ള, ഇപ്പൊ യൂറോപ്പിലാണ്, അമേരിക്കയിലൊക്കെ ആണെങ്കിൽ 200 കണക്കിന് 300 കണക്കിനൊക്കെ നിലയിലുള്ള ടവറുകൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ? ബുർജ് ഖലീഫ എത്രയാണ് ഹൈറ്റ്? എത്രയാണ്? സ്ഥിരം കാണാറുള്ളതാണ് വാട്സാപ്പിൽ അല്ലെ? ഇഷ്ടം പോലെ കാണാറുള്ളതാണ്. അത്ഭുതമാണ്. അപ്പൊ അത്രയും ഉയരത്തിലുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഒരേ സമയത്ത് നിലത്തേക്ക് ഇട്ടാൽ ആദ്യം വീഴുന്നത് ഏതായിരിക്കും? വെറുതെ നമ്മുടെ യുക്തി കൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ആദ്യം വീഴുന്നത് ഏതായിരിക്കും? സ്ത്രീകൾക്ക് ഉത്തരം പറയാട്ടോ. കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഇങ്ങനെ കേട്ട് വീട്ടിൽ ചെല്ലുമ്പോ എന്ത് പറഞ്ഞോ ക്ലാസ്സിൽ ഏതാണ്ടൊക്കെ പറയണ്ടായിരുന്നു എന്ന് പറയിപ്പിക്കില്ല ദേവി. അപ്പൊ എന്താ സംഭവിക്കുന്നത്? 2 വ്യത്യസ്ത ഭാരമാണ്. ആദ്യം വീഴുന്നത് ഏതായിരിക്കും? ആരെങ്കിലും ഒരാളൊന്ന് ധൈര്യപ്പെട്ട് പറയും. ആരെങ്കിലും ഒന്ന് പറയോ? ഭാരം കൂടുതൽ. ലോജിക്കലായിട്ട് പറയുകയാണെങ്കിൽ ഭാരം കൂടുതലാണ്. ശരിയല്ലേ? എല്ലാവരും സമ്മതിച്ച കട്ടി കൂടിയതാണ് ആദ്യം വീഴുന്നത് അല്ലേ? എന്നാൽ അതല്ല, 2 ഒരേ സമയത്താണ്. 2 ഒരേ സമയത്താണ്. അതിന്റെ ശാസ്ത്രം വിശദീകരിക്കാൻ എനിക്ക് സയൻസ്, ചില മാത്തമാറ്റിക്സ് ഉപയോഗിക്കേണ്ടി വരും. അത് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നില്ല. അതായത് 2ഉം വീഴുമ്പോൾ ഒരു എതിർമർദ്ദം അങ്ങോട്ട് ഉണ്ടാകുന്നുണ്ടാവും. ഒരു എതിർമർദ്ദം.
ഇല്ലേ? ഒരു അന്തരീക്ഷത്തിന്റെ ഒരു ഫ്രിക്ഷൻ അവിടെ നിന്നുണ്ടാകുന്നുണ്ട്. രണ്ടിന്റെ ഭാരത്തിനനുസരിച്ചിരിക്കും. അപ്പൊ അതിന്റെ ആക്സിലറേഷൻ അനുസരിച്ച് ഭൂമിയിലേക്കുള്ള ഗ്രാവിറ്റേഷൻ അനുസരിച്ചിട്ടാണ് രണ്ടും ഒരേ സമയത്ത്. മറ്റേത് പല ക്യാൻസൽ ആയി. ഇത് ഞാൻ വിശദീകരിക്കാൻ നിന്നാൽ ഇന്നത്തെ ക്ലാസ് എനിക്ക് അത് തന്നെ പറയേണ്ടി വരും. നമ്മൾ ആകാശത്ത് നിന്ന് മഴത്തുള്ളി, മഴ പെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷമാണ്. കുട്ടികൾക്ക് സന്തോഷമുണ്ടോ മഴ പെയ്യുമ്പോ? എന്തു മഴ അല്ലേ? സുഗതവാരി ഒരു കവിത രചിച്ചിട്ടുണ്ട്, രാത്രി മഴ എന്ന് പറഞ്ഞിട്ട്. മഴയെ കുറിച്ചിട്ട് രാത്രി ആ മഴയുടെ താളത്തിൽ, ഈണത്തിൽ, അതിന്റെ ലയത്തിൽ ഇങ്ങനെ ഉറങ്ങാൻ നല്ല സുഖമാണ് അല്ലേ? അവള് ഈ മഴ ഏകദേശം ഒരു 2-3 കിലോമീറ്റർ മുകളിൽ നിന്നാണ് അത് താഴോട്ട് വീഴുന്നത്. മഴ താഴോട്ട് വീഴുന്നത് 2-3 കിലോമീറ്റർ അകലെ നിന്ന്, ഇപ്പൊ 2-3 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് വീഴുന്ന ആ മഴത്തുള്ളിയുടെ സ്പീഡ്, വെലോസിറ്റി ഭൂമിയിലെത്തുമ്പോൾ ഒരു ബുള്ളറ്റിന്റെ വേഗതയാവുന്നതാണ്. കുട്ടികൾക്കോട്ടെ, പണ്ട് കാലത്ത് എനിക്ക് തള്ളിയൊക്കെ പോകായിരുന്നു. ഇപ്പൊ അത് നടക്കില്ല കേട്ടോ. നിങ്ങൾ പോയിട്ട് യൂട്യൂബിലോ അല്ലെങ്കിൽ നിങ്ങളെ ഇതില് എന്താണ് നെറ്റിലൊക്കെ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് തള്ളല് ഇപ്പൊ പറ്റില്ല. അപ്പൊ ഇങ്ങനെ മഴത്തുള്ളി പോലും ഭൂമിയിലേക്ക് വീഴുന്നത് 850 കിലോമീറ്റർ പെർ വേഗതയിലാണ്. ആലോചിച്ചു നോക്ക്, 850 കിലോമീറ്റർ വേഗതയിൽ വീഴുന്ന മഴത്തുള്ളി നമ്മുടെ ശരീരത്തിലേക്ക് എങ്ങനെയാ കയറേണ്ടത്? ഒരു ബുള്ളറ്റ് പോലെ കയറണം വേണ്ടേ? അവിടെയാണ് അല്ലാഹുവിന്റെ മഹത്തായ കുതിരത്ത് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇതൊന്നുമില്ലാതെ വളരെ മൃദുവായി നമ്മുടെ ശരീരത്തിലേക്ക് വന്ന് പതിക്കുകയാണ് അല്ലേ? നമ്മുടെ ശരീരത്തിലേക്ക് ആ മഴത്തുള്ളി, ഒരു ബുള്ളറ്റിന്റെ വേഗതയിൽ സഞ്ചരിക്കുന്ന ആ മഴത്തുള്ളി നമ്മുടെ ശരീരത്തിൽ വളരെ മൃദുവായി, വളരെ സോഫ്റ്റായി, മഴ എത്ര കൊണ്ടാലും ഒരു തുള്ളി പോലും നമ്മുടെ ശരീരത്തിലേക്ക് തുളഞ്ഞു കയറുന്നില്ല. അപ്പൊ ശാസ്ത്രബോധം ഉണ്ടാകുമ്പോഴാണ് നമ്മളെ രക്ഷിതാക്കൾ കുട്ടികൾക്ക്, അല്ലെങ്കിൽ അധ്യാപകര്, ഇപ്പൊ അധ്യാപകരൊന്നും ന്യൂട്ടനെ അതുപോലെ ഒന്നും വിശദീകരിക്കില്ല എന്നുള്ളതാണ്. ഏതാണ്ടൊക്കെ ന്യൂട്ടന്റെ തല ആപ്പിളുകൾ. ന്യൂട്ടൻ എന്ന് പറയുമ്പോ ആകെ നമുക്ക് ഓർമ്മ വരുന്നത് എന്താണ്? ന്യൂട്ടൻ എന്ന് പറയുമ്പോ എന്താണ് ഓർമ്മ വരുന്നത്? ആപ്പിളല്ലേ. സത്യത്തില് ന്യൂട്ടന്റെ പ്രിൻസിപ്പൽ മാത്തമാറ്റിക്ക എന്ന് പറയുന്ന പുസ്തകം ഞാൻ മുഴുവൻ വായിച്ചിട്ടുണ്ട്. എവിടെ ആപ്പിൾ വീട്ടില്ല, ആപ്പിൾ വില വീഴുന്നില്ല. ഇതെന്തിനാണ്? നമ്മുടെ സുലൈമാൻ പറഞ്ഞത് പോലെയുള്ള ഒരു കഥ, ഒരു എക്സാജറേഷന് വേണ്ടി പറഞ്ഞതാണ്. അത്രേ ഉള്ളൂ. ന്യൂട്ടന്റെ നിലയില് ആപ്പിളൊന്നും വേണ്ടി ഇതാണ് നമ്മുടെ സ്കൂളുകളിൽ നിന്ന് പഠിപ്പിക്കുന്നത്. ഇത് കേട്ട് പഠിക്കുന്ന കുട്ടികളാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ പുല്ലൂറ്റ് ഹൈസ്കൂളിൽ ഞാനും അവിടെ ക്ലാസ് എടുക്കാൻ പോയിരുന്നതാണ്. വാതിലിന്റെ ഇടയിൽ വെച്ച് ഒരു കുട്ടിയെ പിന്നെ വിരൽ വെച്ച് അടച്ച് കരഞ്ഞിട്ടും വാതിൽ അമർത്തൽ നിർത്തില്ല. അതിനു മുമ്പ് അവിടെ 4 കുട്ടികൾ ഈ നമ്മുടെ നെർവ്, വാഗസ് വെയിൻ എന്ന് പറയുന്ന വാഗസ് നെർവില് ചില പ്രഷർ കൊടുത്ത് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിശദീകരിക്കാനുണ്ടെന്നുള്ളതാണ്. എന്തെല്ലാം നമുക്കൊരു തരത്തിലുള്ള മയക്കുമരുന്ന് കഴിച്ച ഒരു അസുഖം, ഒരു ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് എന്നാണ് അതിനെ പറയുന്നത്. ഞങ്ങൾ സൈക്കോളജിയിൽ പറയുന്നതാണ്. അതായത് നമ്മുടെ ബോഡിയിൽ നിന്ന് നമ്മൾ വിട്ട് വേറൊരു ലോകത്തേക്ക് നമ്മൾ കാണുകയാണ്. വേറൊരു ലോകത്ത് നിന്ന് നമ്മളെ കാണുകയാണ്. ചില ആളുകളൊക്കെ മരിച്ചിട്ട് ഒരുപാട് കഥകളൊക്കെ നമ്മളെ അലക്സാണ്ടർ ജേക്കബൊക്കെ പോലുള്ള വലിയ IPSകാരൊക്കെയാണ് വന്നിട്ട് നമ്മുടെ യൂട്യൂബിലൊക്കെ വന്ന് പറയുന്നത്. എന്താ മരിച്ച ഒരു ബോഡിയെ ഉണർത്തി എഴുന്നേൽക്കുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. സയൻസിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതായത് ഫ്ലൈറ്റ് ഓർ ഫൈറ്റ്, അതായത് നമ്മളൊരു പുലി ഓടിക്കുകയാണ്. നമ്മൾ നമ്മൾ എന്ത് ചെയ്യും? പുലിയായിട്ട് തല്ലുപിടിക്കോ? ഉണ്ടെങ്കിട്ടെന്ന് പറഞ്ഞാൽ ഒരാളെന്ന് പറഞ്ഞാൽ മതി. പുലിയായിട്ട് തല്ലുപിടിക്കോ? കുറച്ച് സാഹസികമുള്ളവർ മാത്രമേ, മരിക്കാൻ തയ്യാറായിട്ടുള്ളവർ മാത്രമേ തല്ലുപിടിക്കുള്ളൂ. അല്ലാത്തവരൊന്നും ഒന്നും ചെയ്യില്ല. അവർ ഓടും. ശരിയല്ലോ മക്കളെ? ഓടും. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. ഇത് മനസ്സിന്റെ ഒരു ഡിഫാൾട്ട് സെറ്റിംഗ് ആണ്. ഡിഫാൾട്ട് സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ ഇങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ പടം വരും, കളർ വരും, അതേപോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മനസ്സിങ്ങനെയാണ്. നിങ്ങൾ ശത്രുക്കൾ ഉണ്ടാകുമ്പോൾ ഒന്നെങ്കിൽ ഫൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഓടുക. ഇതാണ്. ഞാൻ ചെറുപ്പത്തിലെ എന്റെ പ്രൈമറി ക്ലാസ്സിൽ ഒരു ശംഖുവും മാണിക്യം എന്ന് പറഞ്ഞൊരു കഥ പലരും പഠിച്ചിട്ടുണ്ടായിരിക്കും. അതായത് രണ്ടുപേരും വലിയ സുഹൃത്തുക്കളാണ്. അപ്പൊ കാടാണ്, പുലി ഉണ്ടാവും, ആന ഉണ്ടാവും, സിംഹം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പോ ആന ആക്രമിക്കാൻ വന്നാലോ പുലി ആക്രമിക്കാൻ വന്നാലോ ഒക്കെ പരസ്പരം സഹായിക്കുക. അങ്ങനെ പെട്ടെന്നാണ് ഒരു കരടി വരുന്നത്. രണ്ടുപേരും ഇങ്ങനെ കാട്ടിലൂടെ നടന്നു പോവുകയാണ്. പെട്ടെന്നൊരു കരടി വന്നു.
കരടി വന്നപ്പോൾ ശംഖു എന്ത് ചെയ്യുന്നറിയാമോ? കൂടി ഒരു മരത്തിന്റെ മുകളിൽ കയറി. ഇന്നാണ് ഈ കരടിയും മരത്തിന്റെ മുകളിൽ കയറുന്ന വാട്സപ്പൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. കരടി വന്നപ്പോ ശംഖു മരത്തിന്റെ മുകളിലേക്ക് കയറിപ്പോയി. മാണിക്കൊന്നും ചെയ്യാനില്ല, കരടി അടുത്ത് ഇവന്റെ ഒറ്റ വീഴ്ചയാണ് നൽകുന്നത്. കുട്ടികൾ പറയാറുണ്ട്, ചെറിയ കുട്ടികളൊരു ഭാഷയുണ്ട്, പോസ്റ്റ് ആകുക എന്ന് പറയുന്നത് ഇല്ലേ? പോസ്റ്റ് ആകുക എന്നുള്ള ഒരു ഭാഷ പറയാനില്ലേ? എന്താണ് ഈ പോസ്റ്റ് ആകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ ഞാൻ പോസ്റ്റ് ആയിരിക്കണം ഇല്ലേ? എന്താണ് സംഭവം? എന്താണ് മക്കളെ പോസ്റ്റ് ആകുക എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഒന്നും ചെയ്യാനില്ല. അവിടെ ചെന്നാ കാരണന്മാരെ വർത്തമാനങ്ങളോ ഒന്നും ചെയ്യാനില്ല, അവിടെ പോസ്റ്റ് പോലെ ഇരിക്കുക. ഇതാണ് പോസ്റ്റ്. അപ്പോ ഈ മാണിക്കൻ പോസ്റ്റായ ഇത് നമ്മുടെ പടച്ചവന്റെ ഒരു വലിയ അനുഗ്രഹമാണ്. നമ്മുടെ ശരീരത്തിന് അങ്ങനെയും ഒരു പവർ ഉണ്ട്. ഇങ്ങനെ ഫ്രീസായി, അതായത് കരടി വന്ന് മടക്കി നോക്കി, ശ്വാസമില്ല, ജീവൻ. കരടിക്കൊരു പ്രത്യേകതയുണ്ട്, ജീവനുള്ള ശരീരത്തെ മാത്രമേ കരടി ഉപദ്രവിക്കുള്ളൂ, ജീവനില്ലാത്ത ശരീരത്തെ കരടി ഉപദ്രവിക്കും. അതൊക്കെ നിങ്ങൾ പോയി നോക്കിക്കോട്ടെ, ഞാൻ പറഞ്ഞത് ശരിയാണെന്നുള്ളത് അറിയാൻ വേണ്ടി. ജീവനുള്ള, അങ്ങനെ ശ്വാസമില്ല, അതുപോലെ തന്നെ ഒരനക്കവുമില്ലാതെ ഒരു ഫ്രീസിങ് പൊസിഷനിൽ ആകാൻ ചില അവസരങ്ങളിൽ നമ്മുടെ ബോഡിയിൽ അങ്ങനെയും ഒരു മെക്കാനിസം ഉണ്ടെന്നുള്ളതാണ്. നമ്മൾ എത്രമാത്രം അനുഗ്രഹീതരാണ്, നമ്മൾ എത്രമാത്രം അനുഗ്രഹീതരാണ്. നിങ്ങളിൽ നിന്ന് ഇണയെ സൃഷ്ടിച്ചിരിക്കുന്നു. ഇണയെ സൃഷ്ടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഇവിടെ ജീവൻ തുടരാൻ കഴിയില്ല എന്നുള്ളതാണ്. അങ്ങനെ വൈവിധ്യങ്ങളും വൈചാത്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യ സമൂഹത്തില് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മളാകെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി പുതിയ പുതിയ ഗവേഷണങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നൊക്കെ നമ്മുടെ കാരണന്മാരോടൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നും മനസ്സിലാകില്ല. കൃത്രിമ ബുദ്ധി എന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ തലച്ചോറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 3 പൗണ്ട് ഭാരമുള്ള ഇതാണ് ഈ സാധനം. 3 പൗണ്ട് ഭാരമുള്ള ഈ തലച്ചോറിൽ ഒരു സൂപ്പർ, നമുക്ക് പ്രായമുള്ള ആളുകൾക്കൊന്നും ഈ സൂപ്പർ കമ്പ്യൂട്ടർ, അതായത് ഒരു കമ്പ്യൂട്ടർ നമ്മൾ വരാൻ പോകുന്ന കാലത്ത് വരാൻ പോകുന്നതാണ്. അത്ര സ്പീഡാണ്. നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഏത് ലോകത്തേക്കും നമുക്ക് മെസ്സേജുകൾ അയക്കാൻ, സന്ദേശങ്ങൾ അയക്കാൻ കഴിയുന്ന ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ്, ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. നമ്മുടെ കുട്ടികളെയൊക്കെ എവിടെയാണ് പിടിച്ചു നിർത്തേണ്ടത്? എവിടെയാണോ നമ്മുടെ കുട്ടികളെ പിടിച്ച് ആരെയാണ് അവർ വില വെക്കേണ്ടത്? സർവ്വതും അവര് ഈ സാധനം, നമ്മൾ ഈ പറയുന്ന ഈ മൊബൈലിന്റെ ഈ ലോകം മുഴുവൻ. ഞാൻ വെറുതെ ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ വാപ്പാക്കോ ഉമ്മാക്കോ, അല്ലെങ്കിൽ നമ്മുടെ വാപ്പാക്കോ ഉമ്മാക്കോ അറിയുന്നതാണോ, അല്ലെങ്കിൽ ആർക്കാണ് നിങ്ങളെ കൂടുതൽ അറിയുന്നത്? പറയും. ഫോണിലാണ്. നിങ്ങൾ ആരാണ്, നിങ്ങൾ എവിടെയൊക്കെ കോവിഡ് കാലത്ത് നമ്മൾ കണ്ടതാണ് ഇല്ലേ? ഓരോ വഴി മുഴുവൻ ട്രാക്ക് ചെയ്ത്. ഇതൊന്നും കോവിഡ് ഉണ്ടായി, പ്രളയം ഉണ്ടായി, നമ്മളെയൊന്നും ബാധിക്കുന്നില്ല. വലിയ കഷ്ടമാണ് ഇല്ലേ? നമ്മള് എന്താ പറയുന്നത്, നിർഭാഗ്യവന്മാരായി പോവുകയാണ്. നമുക്ക് നഷ്ടപ്പെടാൻ എന്തൊക്കെയാണുള്ളത്. നമ്മള് ഈ പ്രപഞ്ചത്തിലെ ജീവിതം അവസാനിപ്പിച്ച് നമ്മളൊരു ശാശ്വതമായ ഒരു ലോകത്തിലേക്ക് നാം സഞ്ചരിക്കുന്നു. അവിടെയാണ് ഇതില്ലാന്ന് വിശ്വസിക്കേണ്ട, ഇതുണ്ട്.